എപ്പോഴും പത്രം എടുത്ത് വായിച്ചത് ഈ അപകട വാർത്തകൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പത്രം കാണാൻ. പത്രം ന്യൂസും വെച്ച് ഇത് തന്നെ, ഒരു പോസിറ്റീവ് വാർത്തകളൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റാ. അപ്പൊ എനിക്ക് ഇത്തിരി ഉപ്പാനെ പിടിക്കാൻ പറ്റുമോ? ഉപ്പാനെ ഞായറാഴ്ച ദിവസമല്ലേ ഒന്ന് കിട്ടണത്, അല്ലെങ്കിൽ ഉപ്പ ജോലിക്ക് പോകില്ലേ? കൊഞ്ചിലൊന്നും മാറിയില്ലേ? വലിയ കുട്ടിയായി, ചെറിയ കുട്ടിയൊന്നുമില്ല. മോളും കൂടി എന്തൊക്കെ പറയണ്ടല്ല. നീ ഇങ്ങനെ കൊഞ്ചുമയങ്ങി നിന്നോ? നിനക്കിത് പഠിക്കാനൊന്നുമില്ലേ? ഈ ഇത്താത്താൻ്റെ ഒരു കാര്യം, രാവിലെ എഴുന്നേറ്റ് വന്ന് ഇത്തിരി ഉപ്പാൻ്റെ അടുത്ത് ഇരുത്തൂല. അതൊക്കെ ഞാൻ പഠിച്ചോളാം, ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്. അവള് കുറച്ചു നേരം എൻ്റെ അടുത്ത് ഇരിക്കട്ടെ. ഞായറാഴ്ചയല്ലേ അവള് ഇരിക്കുള്ളൂ, എല്ലാ ദിവസവും രാവിലെ പോകണല്ലോ പഠിക്കാൻ. പിന്നെ അവൾക്കൊരു ലക്ഷ്യമുണ്ട്, അത് അവൾക്ക് തന്നെ ബോധമുണ്ടല്ലോ, അപ്പൊ അവള് പഠിച്ചോളൂ. അത് ശരിയാണ് ഉപ്പ പറഞ്ഞത്. ആ ലക്ഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമുക്ക് എന്തായാലും ഇവിടെ ആഗ്രഹപ്രകാരം ഒരു ഡോക്ടറാക്കണം. എനിക്കും ഭയങ്കര ആഗ്രഹമാണ് അത്. അതുകൊണ്ടാണ് ഉപ്പ ജോലിക്ക് പോയാൽ ഒറ്റക്ക് നടക്കൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനും ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ രണ്ടുപേരും പോണോണ്ടാണ് ഇപ്പൊ അവളെ പഠിപ്പ് ഇങ്ങനെ നടന്നു പോണത്. അതൊക്കെ എനിക്ക് അറിയത്താത്ത, അത് ഞാനാകും. ഇത്താത്തന്റെ ആഗ്രഹം പോലെ തന്നെ ഞാനാകും. എനിക്കും ആഗ്രഹം ഉണ്ടല്ലോ. ആ നീ പഠിച്ചാ മതി, അതെനിക്ക് കേട്ടാ മതി. നീ പോയി ചായ എടുക്കാം. കാണാനില്ലല്ലേ, ഇതിങ്ങനെ വീടില്ലേ അനുസരിച്ചതാണ്. ഞാൻ നോക്കുപ്പ, ഉപ്പ അവിടെ ഇരുന്നോ. ആരാ? ഞാൻ ഉപ്പാന്റെ ഒരു പരിചയക്കാരനാണ്. ഉപ്പയില്ലേ? ഉപ്പ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ഉപ്പ. വാ കേറി വാ. കേറാൻ ഇരിക്ക. ആരാ മനസ്സിലായില്ലല്ലോ? എൻ്റെ പേര് സാദിഖ്. ഞാനിപ്പന പള്ളിയിലേക്ക് വന്ന് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ എൻ്റെ മോനെ നിങ്ങളുടെ മോളെ ജോലിക്ക് പോകുന്ന സമയത്ത് കണ്ട് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായി. ഇത് തന്നെ മതി നമ്മൾ പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഉപ്പാനോട് വീട്ടിൽ പോയി തിരക്ക്, ഉപ്പാനോടൊന്ന് സംസാരിക്കും. കല്യാണത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം അവളിപ്പോൾ ജോലിക്കൊക്കെ പോകണം, അവൾക്ക് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അവളിപ്പോൾ ഇത് പറഞ്ഞാലേ കല്യാണത്തിൻ്റെ കാര്യം സമ്മതിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ നല്ല തറവാട്ടുകാരൊക്കെയാണ്. ഉപ്പ അന്വേഷിച്ചിട്ടൊക്കെ നടത്തിയാൽ മതി. ഇപ്പൊ ഒന്ന് തിരക്കി നോക്കും, ഉപ്പൊക്കെ അറിയാൻ പറ്റും. ധൃതിയൊന്നുമില്ല നമുക്ക്. ഞാൻ അവളായിട്ടൊന്ന് സംസാരിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടൊന്ന് മറുപടി പറയാം. ഇത് പെട്ടെന്നുള്ള ഈ കാര്യം നമ്മൾ കേൾക്കണത്. അത് അവളോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. ധൃതിയൊന്നുമില്ല, പയ്യെ മതി. അന്ന് ഞാൻ ഇറങ്ങട്ടെ. അന്നാ പിന്നെ മോളെ വിളിക്കാം. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകും. ചായയൊക്കെ ഇനി ആകാല, ഇനി അവസരം കിടക്കുകയല്ലേ. ശരിയാന്നാണ്. എന്നാ പിന്നെ ശരി. കണ്ടിട്ട് നല്ല കുടുംബക്കാരനെന്ന് തോന്നണം. പണം കണ്ടിട്ട് കൊള്ളാം. ഇപ്പൊ ഞാനിപ്പോ കല്യാണക്കാരൊക്കെ പറഞ്ഞ അവള് സമ്മതിക്കുന്ന സംശയം. അവളിപ്പോ നീത്തിനെ ഡോക്ടറാക്കണം പറഞ്ഞിട്ട് ഇരിക്കണില്ലേ. എന്തായാലും പറഞ്ഞു നോക്കാം. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് അവര്.
താമസിപ്പിക്കാൻ അങ്ങോട്ട് കൊള്ളൂല. സഫ ട്യൂഷൻ വയ്ക്കണല്ലേ, ഏതായാലും ഈ ഗ്യാപ്പിൽ അവരോട് സംസാരിക്കണം, ചെല്ലട്ടെ. മൊത്തമുള്ള എല്ലാ കാര്യം അധികം വഹിക്കാണ്ടിരിക്കാൻ നല്ലത്. ഞാൻ ഉപ്പാനോട് ഒരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കണായിരുന്നു. എന്താ മോളെ? നമ്മുടെ വീടിന്റെ വാടക കൊടുക്കാനായിട്ടുണ്ട്. ആ ഓണർ വിളിച്ചോണ്ടിരിക്കണേണ്. അതാണെങ്കിൽ ഒരു ദിവസം തെറ്റി സമ്മതിക്കൂല. കൊടുക്കാല. ഇപ്പൊ നമുക്ക് ഇത്ര വലിയ വീടിന്റെ ആവശ്യമുണ്ട് ഉപ്പ. ഇപ്പൊ നമുക്ക് സഫ മോളെ പഠിപ്പിക്കണ്ടേ, എല്ലാം കൂടി നടക്കണില്ല ഉപ്പ. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ വാടകക്കുള്ള, നമ്മ പിന്നെ അന്ന് പെട്ടെന്ന് വീട് കിട്ടാണ്ട് എടുത്തതല്ലേ. ഇനിയിപ്പൊ എന്തായാലും അവളെ പഠിപ്പിക്കണ കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി നടക്കണില്ല. നമുക്കൊരു ചെറിയ വാടകന്റെ ഒരു വീട് എടുക്കാം. അവിടെ നിൽക്കട്ടെ, ഞാൻ വേറൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. കല്യാണോ? ഓ, അതിപ്പോ അന്ന് വന്ന സംസാരം ഞാൻ കേട്ടായിരുന്നു. കല്യാണത്തിന്റെ അതായിരിക്കും ഇപ്പൊ ചിന്തിക്കണേ. നല്ല ആളുകളാണ്, അവർക്ക് നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞു. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അതൊന്നും നടക്കാൻ പോണില്ല. ഇപ്പൊ എന്താണ് എന്റെ കാര്യം വന്നപ്പോ ഒരു സ്വാർത്ഥത കാണിക്കണ. നമുക്ക് സഫ മോളെ പഠിപ്പിക്കണ്ടേ? അതൊക്കെ കഴിഞ്ഞ് ഞാൻ തന്നെ പഠിപ്പ് നിർത്തിയത് അവൾക്കെങ്കിലും ഒരു കരക്കെത്താൻ പറ്റുമോ ഓർത്തിട്ടല്ലേ. ആരെങ്കിലും ഒരാളെങ്കിലും ഇതാവട്ടെ. സഫ മോളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ, നിന്റെ കാര്യം കൂടി നോക്കണം. ഉപ്പ എന്താണ് നമ്മ ഒരുമിച്ച് തീരുമാനം എടുത്തല്ലേ? ഉപ്പ എന്താ ഇപ്പൊ മാറ്റാം? ഉപ്പാക്ക് മാറ്റമൊന്നുമില്ല. അവളെ പഠിപ്പിക്കണ കാര്യമില്ലേ, അതൊക്കെ ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവരതൊക്കെ സമ്മതം അവർക്ക്. അവർക്ക് ഉടനെ കല്യാണം നടത്തിയാ മതി. അവര് പഠിപ്പിക്കാന്നാ? അവര് പഠിപ്പിക്കാൻ തയ്യാറാണ്. സഹകരിക്കും അവര്. എന്നാലും ഉപ്പ അതൊക്കെ ഇപ്പൊ പറയണല്ലേ. കല്യാണം കഴിഞ്ഞ ചിലപ്പോ ഇതൊന്നും നടക്കൂല ഉപ്പ. അതൊക്കെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് അതൊക്കെ വിഷയമല്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്തോരം കാശ് വേണമെന്ന് ഉപ്പാന് വിചാരം ഡോക്ടറൊക്കെ ആവാനായിട്ട്? അതൊക്കെ അവര് നോക്കിക്കോളും. നല്ല ദാമ്പത്യമുള്ള വീട്ടുകാരാണ് അവര്. ഇനി ഞങ്ങളുടെ കല്യാണത്തിനോട് സമ്മതിച്ചാൽ മാത്രം മതി. അതൊക്കെ എന്റെ വീടൊക്കെ മാറാം. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കും. പോകണം. ഉപ്പ എന്തൊക്കെയാണ് ഈ പറയണത്? ഉപ്പാക്ക് എങ്ങനെയാണ് എന്റെ കാര്യം വരുമ്പോ? ഇത്താത്തനോടൊന്നും കാണില്ലല്ലോ. സ്കൂളിലോട്ട് പോകാനുള്ള സമയമായില്ല. ഇതുവരെ റെഡി ആയില്ലേ? ഇതെവിടെ പോയി? ഞങ്ങളിപ്പോ ഇറങ്ങും. നിങ്ങളെല്ലാം എല്ലാരും എത്തിയ ഹോളില്? ശരി ശരി, വന്നേക്കാം. എന്തായി? ഇത്താത്തനവിടെ ഒന്നും കാണില്ലല്ലോ മുറിയിലൊന്നും. അവിടെ എന്നോട് ഒരു കാണാൻ പറഞ്ഞ അകത്തേക്ക് പോയതില്ല. പിന്നെ അവിടെ പോകാനായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. നിനക്ക് കാണാണ്ടാണ്. ഇല്ലുമ്പോ ഞാൻ എല്ലായിടത്തും നോക്കി, റൂമിലും ബാത്റൂമിലൊക്കെ നോക്കി, അവിടെ ഒന്നും ഇല്ല. പിന്നെ അവിടെ പോയി? ഇത്താത്ത അടുക്കളയിലും ഇല്ലല്ലോ. അടുക്കളയിലും ഇല്ല ഉപ്പ. കൊറേ ഞാൻ നോക്കി റൂമിലൊക്കെ. ഞാൻ വിചാരിച്ചു ഉപ്പാനോട് പറഞ്ഞിട്ട് പുറത്തോട്ട് അങ്ങനെ പോയാ. എന്നോട് പറഞ്ഞ എവിടെ പോയി? എന്നോട് പറഞ്ഞ റെഡിയാന്ന് പോയതല്ലേ? അത് ഈ ഹോളിൽ പോണ സമയത്ത് ഇത്താത്ത എവിടെ പോകൂലില്ല. നമ്മളെല്ലാ കാര്യം റെഡിയാക്കിയതല്ലേ. പിന്നെ ഇത്താത്ത എവിടെ പോയി? അമ്മായി വരെ ഹോളിൽ എത്തിയില്ല. അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്ന? ഹോളിൽ നിന്ന് വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പൊ കുടുംബക്കാരെ വീട്ടിലൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അവരവിടെ എത്തിയെങ്കിൽ ചരക്കിന്റെ ആളെല്ലാം വരുമല്ലോ ഇപ്പൊ അവിടെ. ഇപ്പൊ എന്താ ചെയ്യപ്പത്? ശരിക്കും നോക്കിയാത് ഉപ്പ വേണേ പോയി നോക്ക്. അവിടെ ഒന്നുമില്ല. കൊറേ നേരമായി നോക്കണം. ഞാൻ തന്നെ ആകെ അന്താളിച്ചു ഒരുങ്ങാനും പറഞ്ഞ വന്നാളെ പിന്നെ എങ്ങോട്ട് പോയി നോക്ക്. ഈ സമയത്ത് ഉപ്പാനോട് പറഞ്ഞിട്ട് വല്ല പെട്ടെന്ന് വല്ല പുറത്തോട്ട് അങ്ങനെ എന്തെങ്കിലും പോയതാണോ? എല്ലാ കാര്യം നമ്മളല്ലേ ചെയ്തു കൊടുത്തത്. ഇനിയിപ്പോ എന്താണ് ഇപ്പൊ ചെയ്യണത്? അവരെല്ലാരും വന്ന് ഹോളിൽ നിൽക്കണം. ഇതെന്താണ് ഇതിപ്പോ? തലാറങ്ങനെ മോളെ ഇവിടെ എനിക്ക് ഇപ്പൊ ടെൻഷനാവല്ലേ? വല്ല അയൽപ്പക്കത്തെല്ലാം പോയിട്ടുണ്ടാവും ഇപ്പൊ. എനിക്കറിയാൻ പോളൊക്കെ നീ പോയി നോക്കുക. അവിടേക്ക് വന്നാൽ അങ്ങനെ ഇത്താത്ത എവിടെ പോണ ആളൊന്നുമില്ല. എവിടെ പോയി ഇരിക്കണ സ്വഭാവവും ഇല്ല ഇത്താത്തക്ക്. എന്താണ് ഇപ്പൊ നമ്മള് ചെയ്യണത്? ചെറുക്കന്റെ ആളുകളും വരുമല്ലോ ഇപ്പൊ പെണ്ണിന് എന്തെങ്കിലും കാണാനായിട്ടൊക്കെ. അവരോടൊക്കെ എന്താ പറയണ ഇപ്പൊ?
ഉപ്പാനോട് പറയാണ്ട് ഇത്താത്ത എവിടെയും പോകാറില്ലല്ലോ. എവിടെ പോണെങ്കിലും ഒന്നിനും ഞാൻ വേണേലും ഉപ്പ വേണം. ആകെ ജോലിക്ക് പോയി ഇങ്ങോട്ട് വരും. ഒരു പണി ചെയ്യും, എന്തായാലും ഇനിയിപ്പൊ അവിടെ വിളിച്ച് പറ. അല്ലെങ്കിൽ പിന്നെ ഇത്ര ആളുകൾ അവിടെ വന്നിട്ട് മോശമായി പോവില്ല അത്. ഒന്ന് ആ ചെക്കന്റെ വീട്ടുകാരെ ഒന്ന് വിളിച്ചു പറ. ഉപ്പ അമ്മായിനെ ഒന്നും കൂടി വിളിച്ചു നോക്കാറുണ്ട്. കല്യാണ തലേദിവസം മോളെ കാണാനെന്ന് പറയുമ്പോ ആളുകളെ പലതും കണക്കൂട്ടുകൊണ്ടിരിക്കും. ഉപ്പ ഇനി എന്തായാലും വിഷമിച്ചിരുന്ന കാര്യമില്ല. ഉപ്പ വിളിച്ചു പറ ഉപ്പ. അല്ലെങ്കിൽ അവരൊക്കെ അവിടെ റെഡി ആയിട്ട് നിക്കണേരിക്കും. ഉപ്പ വിളിച്ചു പറ. ഇക്കാന്റെ ഉപ്പാനെ വിളിച്ചാ മതി. എന്നിട്ട് പറ. സഫാന്റെ ഉപ്പയുള്ളത് എന്താണ് അവിടെ വിശേഷം? ഞാനാണ്. ഞങ്ങളങ്ങോട്ട് ഇറങ്ങാനിരിക്കണായിരുന്നു. എന്തേ കാര്യങ്ങളൊക്കെ എന്തായാലും വരാം പറങ്ങട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല, അതാണ്. പറ എന്തായാലും. ഇവിടെ നോക്കിട്ട് കാണാനില്ല മോളെ. വീട്ടില് ഹോളിലേക്കായിട്ട് ഇറങ്ങാൻ നിൽക്കണാണ്. ഞാനങ്ങനെ നിങ്ങളോട് ഇങ്ങനെ പറയാന്ന് വെച്ചിരിക്കണാണ്. പറയാൻ നിന്നിട്ടും കാര്യമില്ലല്ലോ. ഇതിപ്പോ എന്താ ചെയ്യാ? നിങ്ങൾ ശരിക്കും നോക്കി അവിടെ എങ്ങനെ അവളാ ശരിക്കും നോക്ക്. അവളവിടെ പോവാൻ അവിടെ തന്നെ ഉണ്ടാക്കും. ശരിക്കും നോക്ക്. അവിടെ എല്ലായിടത്തും നോക്കി, ഒരു സ്ഥലത്തും കാണാനില്ല. ഞങ്ങൾ വിചാരിച്ച അവളോട് ഒരുങ്ങനെയാണെന്ന്. മോള് പോയി നോക്കി. ഇപ്പൊ എന്താ ചെയ്യാ? എന്നതാ വിളിച്ചത്. എനിക്ക് ആകെ തല പെരിക്കനാണ്. ഇനിയിപ്പോ വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളുടെ കാര്യം നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നാട്ടുകാർക്ക് അറിയാൻ പാടില്ലല്ലോ. അവരിപ്പോ പറയാൻ പോണത് ആരെങ്കിലും ഇപ്പോൾ വിളിച്ചോടിന്ന് പ്രായപൂർത്തിയ ആയ മക്കളല്ലേ ആരെങ്കിലും പോയി അങ്ങനെ എല്ലാവർക്കും പറയാൻ പോണത്. നിങ്ങളെന്താണ് ഈ പറയണ? എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. ഉമ്മ ഇല്ലാണ്ടോളം ഞാൻ അവളെ ഒരു കുറവില്ലാണ്ട് അവളെ വളർത്തിയേക്കണം. ഇതുവരെ അവള് ഒരു തെറ്റും ഞങ്ങളടുത്ത് കാണിച്ചിട്ടില്ല. അവളെ അനിയത്തിനെ ഡോക്ടറാക്കാൻ വേണ്ടി പോലും അവള് ജോലിക്ക് പോയിട്ടാണ് ഉള്ള കാശ് ഒപ്പിച്ചവള് അവളെ പഠിപ്പിക്കുന്നത്. അവൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഒരു നാട്ടുകാർക്ക് എന്ത് വേണമെങ്കിലും പറയാല. അതിപ്പോ നാട്ടുകാരെ കുറ്റപ്പെടുത്താൻ പറ്റൂല. സത്യം പറഞ്ഞ അവൾക്ക് എന്താണ് സംഭവിച്ചത് എനിക്കറിയാൻ പാടില്ല. അവൾക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് അവൾക്ക്. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഇത്രയായില്ലേ. ഇപ്പൊ ഞാനൊരു പോംവഴി പറഞ്ഞു. നമുക്ക് അവളുടെ അനിയത്തിനെ അങ്ങോട്ട് ആലോചിക്കാം, അതങ്ങോട്ട് ഉറപ്പിക്കാം. ഇപ്പൊ അവന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് മുടങ്ങിപ്പോ വേറൊരു കല്യാണം നടക്കാനും പാടില്ല. അപ്പൊ നമുക്ക് ഈ ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്തണം. നമ്മളൊന്ന് ആലോചിക്കാം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അവള് പഠിക്കണേലേ, കൊച്ചു കുട്ടിയല്ലേ അവള്. അതൊന്നും സാരമില്ലെന്ന്. കല്യാണം കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ നോക്കൂ. അതിനിപ്പോ നിങ്ങളുടെ മോൻ സമ്മതിക്കുമോ? എന്റെ അമ്മനെ കൊണ്ടല്ല, ഞാനത് സമ്മതിപ്പിച്ചോളാം. അവിടുത്തെ കാര്യം നോക്കിയാൽ എന്നാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാന്ന. അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നാ ശരി, എല്ലാം പറഞ്ഞ പോലെ നടക്കട്ടെ.